കാന്തപുരത്തിന്റെ പേരിൽ വ്യാജ പരാമർശമെന്ന് പരാതി. ആഭ്യന്തര മന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി. ഇന്ന് മാധ്യമങ്ങളിൽ കണ്ടൊരു വാർത്തയാണ് കാന്തപുരം ഉസ്താദിനെതിരെ അപകീർത്തികരമായ വ്യാജ പോസ്റ്ററുകൾ വാർത്തകൾ ഉണ്ടാക്കിയേക്കാം. ഇങ്ങനെ 10ഓളം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കെതിരെയാണ് കാന്തപുരം ഉസ്താദുമായി ബന്ധപ്പെട്ട ആളുകൾ പരാതി കൊടുത്തിട്ടുള്ളത്. അത് കുറച്ച് ദിവസങ്ങളായിട്ട് സുന്നികളായ ചില ആളുകൾ തന്നെ കാന്തപുരം ഉസ്താദിന്റെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പോസ്റ്റർ ഇറക്കിയിരുന്നു. ആ പോസ്റ്റർ ഇതാണ്: കാന്തപുരം ഉസ്താദ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഖബർ കെട്ടിപ്പൊക്കരുത്, അവിടെ ഔലിയാക്കളുടേതുപോലെയുള്ള ഒരു കുബ്ബകൾ ഉണ്ടാക്കരുത്, അതെൻ്റെ വസീയത്താണ് എന്ന രീതിയിലായിരുന്നു പ്രചരണം. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഞാനും ആലോചിച്ചു, അങ്ങനെ ഇപ്പോൾ ഒരു വസീയത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഇതിലെന്തെങ്കിലും കാന്തപുരം ഉസ്താദ് എന്തായാലും ഇങ്ങനെ പറയില്ല എന്നൊരു ബോധ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മളത് കണ്ട പാടന്നെ, ആ പോസ്റ്റർ കണ്ട പാടന്നെ അവഗണിച്ചിരുന്നു. അപ്പോൾ ഈ പോസ്റ്റർ ഞാൻ കണ്ടതിലൊക്കെ ഇത് ഷെയർ ചെയ്തിരുന്നത് ഈ കാന്തപുരം ഉസ്താദിനെ നിരന്തരം വിമർശിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവർ തലപ്പാവുധാരികൾ തന്നെയാണ്, അവർ അതിൻ്റെതായ സുന്നികളുടെ രൂപവും ഭാവക്കുള്ള ആളുകൾ തന്നെയാണ്. അവരുടെ പോസ്റ്ററുകളിലാണ് പ്രധാനമായിട്ടും ഈ ഒരു കണ്ടിരുന്നത്, ഇങ്ങനെയൊരു വാർത്ത. അതായത് കാന്തപുരം ഉസ്താദിൻ്റെ വസീയത്താണ്, കാന്തപുരം ഉസ്താദിന് ഇത് പച്ചക്കുബ്ബ എന്താ പറയുക, കുബ്ബ നിർമ്മിക്കരുത്, ഖബർ കെട്ടിപ്പൊക്കരുത് എന്നൊക്കെ വസീയത്തുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിങ്ങനെ അബ്ദുൽ ഹക്കീം അസ്ഹരി, അതായത് കാന്തപുരം ഉസ്താദിൻ്റെ മകൻ, ഇതുമായിട്ട് സാമ്പത്തിക ചൂഷണം നടത്തും, അതില്ലാതാക്കാനാണ് കാന്തപുരം ഉസ്താദിൻ്റെ ഈ പ്രസ്താവന എന്നൊക്കെ ഉണ്ട്. അതേപോലെ കേരള ശബ്ദം എന്ന് പേരുള്ള ഒരു വിസാൽ മീഡിയ പോലെയുള്ള ഒരു ചാനലാണ്, അതായത് ഒരു ഓൺലൈൻ ചാനൽ, ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ പറയുന്ന ആളാണ്. അയാളൊക്കെ ഇതിനെ അഭിനന്ദിച്ചുകൊണ്ട് വീഡിയോ ഇറക്കി. അപ്പോൾ ഞാൻ അയാളുടെ ക്രെഡിബിലിറ്റി ആലോചിച്ചു, അയാളുടെ വീഡിയോ മൊത്തത്തിൽ ഇങ്ങനെ തന്നെ ആവില്ലേ? ഒരു തരത്തിലും അന്വേഷണം നടത്താതെ കാന്തപുരം ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഉസ്താദിൻ്റെ ഫേസ്ബുക്കിലുണ്ടാവും ഉസ്താദിൻ്റെ പ്രസ്താവനകൾ, അല്ലെങ്കിൽ പ്രധാന മാധ്യമങ്ങളിലുണ്ടാവും. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വ്യാജ പോസ്റ്ററുകൾ അടിച്ചിറക്കിയിട്ട് അതൊക്കെ ഒരു ന്യൂസാക്കി മാറ്റിയ കേരള ശബ്ദം എന്ന് പേരുള്ള ആ ഓൺലൈനെ കുറിച്ച് എനിക്ക് അപമാനം തോന്നിയത്. അപ്പോൾ ഒരു വിഭാഗത്തിൽ എന്താ വിഷയം എന്ന് വെച്ചാൽ കാന്തപുരം ഉസ്താദിനെ അപകീർത്തിപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഖബർ കെട്ടിപ്പൊക്കുക അല്ലെങ്കിൽ മറ്റേ മക്ബറ ഉണ്ടാക്കാനുള്ള അപകീർത്തിയാണോ? ഒരാളെ കുറിച്ചിട്ട് ഇല്ലാത്തത് പറയുന്നത് എന്താണോ? അയാൾ പറയാത്തൊരു കാര്യം പറയാം, അതാണ് അപകീർത്തി. എന്തായാലും 10ലധികം സോഷ്യൽ മീഡിയ പേജുകൾക്കെതിരെ, അക്കൗണ്ടുകൾക്കെതിരെയാണ് പരാതി കൊടുത്തുള്ളത്. ഇങ്ങനെ ഇല്ലാത്തത് പറയുമ്പോൾ അതിനെതിരെ പരാതി കൊടുക്കണം. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നമ്മുടെ പേരാമ്പ്ര MLA ഫാത്തിമ തഹ്ലിയെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, സോഷ്യൽ മീഡിയ വഴി ആളുകളെ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുക. ഇതേപോലൊരു കാർഡ് ഫാത്തിമ തഹ്ലിക്കെതിരെ ഇറക്കി. അതായത് MLA ആയി എനിക്ക് ചില പ്രിവിലേജുകളുണ്ട്, ഞാൻ സാധാരണക്കാരെ പോലത്തെ ഒരാളല്ല എന്നാണ് MLA പറഞ്ഞു എന്നാണ്. അങ്ങനെ ചില ആളുകളുണ്ട് മീഡിയ വണ്ണിൻ്റെ പേരിൽ, 24ൻ്റെ പേരിൽ, ഇങ്ങനെ ചില വാർത്താ ചാനലുകളുടെ പേരിൽ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കും. ഇത് കാണുമ്പോൾ ജനത വിശ്വസിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? കാന്തപുരം ഉസ്താദിൻ്റെ വഫാത്ത് ഉണ്ടായാൽ അത് ഷെറെ മുബാറക്ക് എന്ന ഗ്രാൻഡ് മസ്ജിദിലായിരിക്കും ഖബറടക്കുക, അവിടെ വലിയ മക്ബറ ഉണ്ടാവും. ഇതൊക്കെ മുൻകൂട്ടി കണ്ട് ഇവരങ്ങോട്ട് വ്യാഖ്യാനിക്കാൻ ഒരു ആ മനുഷ്യൻ കാന്തപുരം ഉസ്താദ് നമ്മുടെ നാടിന്, ആ ഒരു സമുദായത്തിലേക്ക് സേവനങ്ങളൊന്നുമല്ല, വ്യക്തി വിരോധം, ആ ഒരു പണ്ഡിതനോടുള്ള, ആ പണ്ഡിതൻ കണക്കാക്കേണ്ട ഒരു പ്രായമായ ഒരാളാണെന്ന് കണക്കാക്കിയിട്ടെങ്കിലും വെറുതെ വിട്ടുകൂടെ ചെയ്യില്ല. ഇവരൊക്കെ എന്ത് മനുഷ്യൻ, ഇവരൊക്കെ എങ്ങനെ തലപ്പാവ് ധരിച്ചിട്ട് ഇല്ലാത്തത് പ്രചരിപ്പിക്കും? ഞാൻ അത് ആലോചിക്കണേ. ഒരു സാധാരണക്കാരൻ രാഷ്ട്രീയ വിയോജിപ്പിൻ്റെ പേരിലാണെങ്കിൽ ഓക്കെ, എടോ ഇത് ചെയ്യുന്നത് ആരാണെന്ന് അറിഞ്ഞിട്ട് തലപ്പാവ് ധരിച്ച് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ആളുകളാണത് പ്രചരിപ്പിക്കണേ. അപ്പോൾ ഇവരുടെയൊക്കെ പറയുന്ന ദീനുൽ ഇസ്ലാം ശരിക്കും ഹക്കാണോ? ഇവർ പറയുന്ന ഇതൊക്കെ ഹക്കായിട്ട് മാറും. അമ്മാതിരി കാന്തപുരം ഉസ്താദിനെ എല്ലാവരും അംഗീകരിച്ചോളണമെന്നൊന്നുമില്ല. കാന്തപുരം ഉസ്താദും ആവശ്യപ്പെട്ടിട്ടില്ല എല്ലാവരും അംഗീകരിക്കണം, ഇന്നെല്ലാവരും സ്നേഹിക്കണം. കാന്തപുരം ഉസ്താദിനോട് വിയോജിക്കുകയോ വിമർശമൊക്കെ ചെയ്യാം, പക്ഷേ അതിന് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കണോ? കാന്തപുരം ഉസ്താദ് മരിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരെ പോലെ ഖബറടക്കണം എന്ന് ഉസ്താദിൻ്റെ വസീയത്തുണ്ട്, ഹക്കീം അസ്ഹരിക്ക് ഇനി അതുകൊണ്ടുള്ള കാശുണ്ടാക്കാനുള്ള ചാൻസ് ഇല്ലാതാവുകയാണെന്നൊക്കെ പറഞ്ഞത് ഉസ്താദിനെ അപമാനിക്കലല്ലേ? അപ്പോൾ ഇവരുടെ ലക്ഷ്യം വേറെയാണ്. ആ ലക്ഷ്യത്തിനെ നമ്മൾ കാണാതിരുന്നുകൂടാ, അതിനെതിരെ കേസ് കൊടുത്തത് നന്നായിട്ടുണ്ട്. അപ്പോൾ ചില ഓൺലൈൻകാർ കാര്യറിയാതെ ഇതങ്ങോട്ട് പ്രചരിപ്പിച്ചു. അപ്പോൾ പലരും പറയണത് തലപ്പാവുധാരികൾ ഷെയർ ചെയ്തത് കൊണ്ടാണ് ഞങ്ങൾ വീഡിയോ ഇറക്കിയെന്നുള്ളതാണ്. തലപ്പാവുധാരികൾ ഷെയർ ചെയ്താൽ അതുകൊണ്ട് വീഡിയോ ഇറക്കാന്ന കാന്തപുരം ഉസ്താദിൻ്റെ കാര്യം, കാന്തപുരം ഉസ്താദ് ബന്ധപ്പെട്ടിട്ട് അതിനൊരു പത്രമുണ്ട്, സിറാജ് പത്രമുണ്ട്, ആ കാന്തപുരം ഉസ്താദിന് സോഷ്യൽ മീഡിയ പേജ് ഉണ്ട്. അതുമായി ബന്ധപ്പെടുന്ന SSF അതേപോലെ SYS പോലെയുള്ള ആളുകൾ അവരൊക്കെ പറയട്ടെ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയട്ടെ. അത് പറയാതെ ഇല്ലാത്തത് പറയും. ഇപ്പം അങ്ങനെയാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ, ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുക. അത് രാഷ്ട്രീയക്കാരെ കുറിച്ചാവാം, മതപണ്ഡിതന്മാരെ കുറിച്ചാവാം. അപ്പോൾ ഇത് പറഞ്ഞുണ്ടാക്കണതിലും കുണച്ച രാഷ്ട്രീയക്കാരല്ല,
ഇത് പറഞ്ഞുണ്ടാക്കിയവരാരാന്ന് പറയുന്നത് മതപണ്ഡിതന്മാരായിട്ട് നടക്കുന്ന ആളുകൾ, മതബിരുദമുള്ള ആളുകൾ. അപ്പോൾ ഓരോ ക്രെഡിബിലിറ്റി എന്താണ്? എന്തിനാണ് ഇങ്ങനെ പല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ട് നാറ്റിക്കണത്? വിമർശിക്കാൻ നിങ്ങൾ വിമർശിച്ചോളി, കാന്തപുരം ഉസ്താദിനെ തെറി പറയുകയാണെങ്കിൽ തെറി പറഞ്ഞോളി. പക്ഷെ അത് ഇല്ലാത്തത് അതിൻ്റെ അർത്ഥം ഇപ്പം ഞാൻ തെറി പറയണമെന്ന് പറഞ്ഞു എന്നല്ല കേട്ടോ, ആ രീതിയിൽ അതിനെ കാണരുത്. അപ്പോൾ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കി പ്രചരിപ്പിച്ച് വിശ്വാസികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുക, അതിനാണ് കാന്തപുരം ഉസ്താദ് പരാതി കൊടുത്തിട്ടുള്ളത്. നടപടി എടുക്കണം, ആ ഒരു പേജുകൾ പൂട്ടിക്കണം, ഇല്ലാത്തത് പറയുക. അതൊരു കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവൂലേ അങ്ങനെ കാന്തപുരം ഉസ്താദ് പറയൂല എന്നുള്ളത്. അപ്പോൾ ലക്ഷ്യം എന്നുള്ളൂ ആളുകളുടെ ഇടയിൽ പറ്റിക്കുക. കാന്തപുരം ഉസ്താദിൻ്റെ മകനൊക്കെ ഒരു സാമ്പത്തിക തട്ടിപ്പുകാരാക്കി മസീലേക്ക് അങ്ങനെയാണ് എന്നൊരു ധ്വനി ഉണ്ടാക്കിയെടുക്കുക. എന്തായാലും അത് മുളയിലെ നുള്ളി. അഭിനന്ദനങ്ങൾ. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ ഒരു ഞാനിവിടെ ഒരു പോസ്റ്റർ, അവിടെ ആ ഒരു വ്യാജ പോസ്റ്റർ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. ഈ ഒരു പോസ്റ്ററാണ് വ്യാജമായിട്ട് നിർമ്മിച്ചത്. ഇത് നിങ്ങൾ കണ്ടിരുന്നോ? എന്തായാലും നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഇതൊരു വ്യാജമാണ് എന്ന് ഞാൻ ഒന്നുകൂടി പറയാണ്. ഇതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. ഈ വ്യാജ പ്രചരണത്തിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങൾ അറിയട്ടെ.